ഗരുഡപുരാണം വായിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകാവുന്ന, അതായത് ഒരു സാധാരണ മനുഷ്യനുണ്ടാകാവുന്ന സംശയങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങളും തേടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഗരുഡപുരാണത്തിൻ്റെ ചോദ്യോത്തരങ്ങളിലൂടെയും ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകാവുന്ന സംശയങ്ങളിലൂടെയും നമുക്കൊന്ന് കടന്നു പോകാം. എല്ലാവർക്കും നമസ്കാരം, ഗോകുലമാലയിലേക്ക് സ്വാഗതം. അപ്പോഴെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മാത്രമല്ല പൂർണ്ണമായിട്ടും കേൾക്കണം. നമ്മുടെ പുരാണങ്ങളിലെ, അതായത് പുരാതന ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാന ഗ്രന്ഥം തന്നെയാണ് ഗരുഡപുരാണം. മരണാനന്തര ജീവിതം, ആത്മാവിൻ്റെ യാത്ര, കർമ്മഫല സിദ്ധാന്തം, ധർമ്മം, പാപം, പുണ്യം തുടങ്ങി മനസ്സിൽ ഉയരുന്ന അനേകം ചോദ്യങ്ങൾക്ക് ഗരുഡപുരാണം നൽകുന്ന അതുല്യമായ മറുപടികൾ നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയെ പ്രകാശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യോത്തര രീതിയിലേക്ക് പോകാവുന്നതാണ്. എത്ര ഗരുഡപുരാണങ്ങൾ നിലവിലുണ്ട്? അത് തന്നെ ആകട്ടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ. പ്രധാനമായും ഗരുഡപുരാണത്തിന് രണ്ട് പ്രധാന രൂപങ്ങളുണ്ട്. മൂല ഗരുഡപുരാണവും ഗരുഡപുരാണ സരോധാര. അത് നവനിധി രാമ എന്ന ജ്ഞാനി ചുരുക്കമായി എഴുതി സമ്പാദിച്ചതാണ്. മൂല ഗരുഡപുരാണമാകട്ടെ വിഷ്ണു ഭഗവാനും ഗരുഡനും തമ്മിലുള്ള സംവാദങ്ങൾ അടങ്ങിയ സംഹിതാരൂപത്തിലുള്ള 19,000-ഓളം ശ്ലോകങ്ങൾ ഉൾക്കൊണ്ട് വരുന്നതാണ്. ഇത് സർവ്വ വിഷയങ്ങളെ, അതായത് ധർമ്മം, ശാസ്ത്രം, ജ്യോതിഷം, യോഗം മുതലായവയെ സ്പർശിച്ചാണ് കടന്നു പോകുന്നത്. സരോധാര എന്ന, അതായത് ഗരുഡപുരാണ സരോധാര, നവനിധി രാമ എന്ന ജ്ഞാനി അദ്ദേഹം ചുരുക്കമായി എഴുതിയതാണ്. അത് മരണാനന്തര യാത്രയും പിണ്ടദാനം, നരകശിക്ഷകൾ, ശ്രാദ്ധകർമ്മങ്ങൾ തുടങ്ങിയവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഗരുഡപുരാണം രണ്ട് പ്രധാന ഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് പൂർവഖണ്ഡവും രണ്ടാമത്തേത് ഉത്തരഖണ്ഡവുമാണ്. അതായത് പൂർവഖണ്ഡം ആദ്യ ഭാഗമാണ്. ഈ ഭാഗത്തിലാണ് ധർമ്മം, ഭക്തി, ശാസ്ത്രീയത, ഋതുചക്രങ്ങൾ, ക്ഷേത്രങ്ങൾ, യോഗം, ജ്യോതിഷം, ബ്രഹ്മചാര്യത, വൃക്ഷങ്ങളുടെ മഹത്വം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഭക്തിയുടെ വഴി, ആത്മീയ വിദ്യകൾ, അനുദിന ജീവിതം, ഇങ്ങനെ ധാർമ്മികമായി നയിക്കാം എന്നിവയെക്കുറിച്ചൊക്കെ വിശദമായി അതിൽ പറയുന്നുണ്ട്. ഉത്തരഖണ്ഡത്തിൽ, അതായത് രണ്ടാമത്തെ ഭാഗത്തിലാകട്ടെ, ഇതിനെ പ്രേതഖണ്ഡം എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ഈ ഭാഗം വലിയ രീതിയിൽ മരണാനന്തര ജീവിതവും ആത്മാവിൻ്റെ യാത്രയും, യമലോകം, കർമ്മഫല സിദ്ധാന്തം, പ്രേതങ്ങൾ, പിതൃകർമ്മങ്ങൾ, അതായത് ശ്രാദ്ധ തർപ്പണം എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു. മരണം കൊണ്ട് ആത്മാവിന് സംഭവിക്കുന്നത് എന്തെന്നും പാപപുണ്യങ്ങളുടെ ഫലങ്ങളും യമദൂതന്മാരുടെ പ്രവർത്തനങ്ങളും അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഗരുഡപുരാണം 18 മഹാപുരാണങ്ങളിലെ ഒരു പുരാണമാണ് ഗരുഡപുരാണം. ഇത് വൈഷ്ണവ മതത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും അടിസ്ഥാന ഗ്രന്ഥമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് സാങ്കേതികമായും വൈദികമായും വൈവിധ്യമാർന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ്. ഇനി ഗരുഡപുരാണം എന്നാണ് രചിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേക രചനാകാലം വ്യക്തമായി പറയുവാൻ സാധ്യമല്ല. ഇതിൻ്റെ ഉള്ളടക്കം, ഭാഷാശൈലി, ദർശനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇത് ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ എഴുതപ്പെട്ടതായിട്ട് കരുതപ്പെടുന്നുണ്ട്. ഇനി ഗരുഡൻ മഹാവിഷ്ണുവിനോട് ചോദിച്ച ഒരു ചോദ്യമാണ്, പ്രഭോ, മരണമെന്താണ് വിശേഷിച്ച് പറയുന്നത്? ജീവൻ ശരീരം വിട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? ഭഗവാൻ വിഷ്ണു ഇങ്ങനെ ഉത്തരം പറഞ്ഞു, ഗരുഡ, ശരീരം ത്യജിച്ചപ്പോൾ ആത്മാവ് ലിംഗശരീരം എന്ന സൂക്ഷ്മ ശരീരത്തിലേക്കാണ് കടക്കുന്നത്. അതിൻ്റെ കർമ്മഫലങ്ങൾ അനുസരിച്ച് അതൊരു വലിയ യാത്ര ആരംഭിക്കും. ഇതാണ് പ്രേതയാത്ര. ഈ യാത്രയിലൂടെ ആത്മാവ് നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ പോകുന്നു, അല്ലെങ്കിൽ പുനർജന്മം നേടുന്നു. അപ്പോൾ ഗരുഡന് വീണ്ടും സംശയമുണ്ടായി. അത് തീർത്തും നീതിയുള്ളതാണോ ദേവ? എല്ലാവർക്കും ഒരേ വിധിയാണോ? അപ്പോൾ വിഷ്ണു ഇങ്ങനെ ഉത്തരം പറഞ്ഞു, ഇല്ല ഗരുഡ, ഓരോ ജീവൻ്റെയും കർമ്മം വ്യത്യസ്തമായിരിക്കും. നല്ലവൻ സുഖകരമായ ദിശയിലേക്കും പാപിയായവൻ ദുഃഖം നിറഞ്ഞ നരകത്തിലേക്കും പോകും. എന്നാൽ ജ്ഞാനത്താൽ, ഭക്തിയാൽ പിതൃകർമ്മങ്ങളിൽ നിന്ന് മോചനം നേടാം. അപ്പോൾ ഗരുഡൻ്റെ അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു, എന്താണ് വൈതരണി നദി? അതിൽ ആരാണ് കടക്കേണ്ടത്? വിഷ്ണു ഇങ്ങനെ പറഞ്ഞു, പാപികൾക്ക് അതിനുള്ളിൽ കടക്കേണ്ടതുണ്ട്. അതൊരു തീയിൽ കലർന്ന കയ്പുള്ള നദിയാണ്. സത്യകർമ്മങ്ങൾ ചെയ്തവർക്ക് അതിനെ കടക്കാൻ സഹായം ലഭിക്കും. ഗരുഡൻ്റെ വേറൊരു സംശയം ഇങ്ങനെയായിരുന്നു, മരിച്ച ആത്മാവിൻ്റെ കർമ്മങ്ങൾ മകൻ ചെയ്തില്ലെങ്കിലോ?
ഭഗവാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, ആത്മാവ് പ്രേതാവസ്ഥയിൽ കുടുങ്ങും. എന്നാൽ ആരെങ്കിലും ആത്മാർത്ഥതയോടെ ശുദ്ധമായി കർമ്മം ചെയ്താൽ അതിന് ഫലം കിട്ടും. ഗരുഡൻ വേറൊരു സംശയം ചോദിച്ചു, പുനർജന്മം നിശ്ചയമാണോ? വിഷ്ണു ഉത്തരം പറഞ്ഞു, അതേ ഗരുഡ, യഥാകർമ്മം തഥാ ജന്മം എന്നാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മം അനുസരിച്ച് നമ്മുടെ അടുത്ത ജന്മം നിശ്ചയിക്കപ്പെടുന്നു. അതിനാൽ ഇപ്പോഴത്തെ ജീവിതം ധാർമ്മികമായി നയിക്കുക അത്യാവശ്യമാണ്. അടുത്ത ചോദ്യം, മരിച്ച ശേഷം മനുഷ്യൻ്റെ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു? ഉത്തരം, ഗരുഡപുരാണം പറയുന്നു, ആത്മാവ് ശരീരത്തെ വിട്ടു പുറപ്പെട്ട ശേഷം യമലോകത്തിലേക്ക് ഒരു യാത്ര ആരംഭിക്കുന്നു. ഇവിടെ ആത്മാവ് തൻ്റെ കർമ്മഫലങ്ങൾക്ക് അനുസൃതമായി വിധി അനുഭവിക്കുന്നു. ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ഗരുഡൻ മഹാവിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇനി നമുക്ക് സാധാരണ ഒരു മനുഷ്യന് കേൾക്കുമ്പോൾ അല്ലെ ഗരുഡപുരാണം വായിക്കുമ്പോൾ തോന്നാവുന്ന കുറച്ച് സംശയങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമൊക്കെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അടുത്ത ചോദ്യം ഇങ്ങനെയാകുന്നു, നല്ലവണ്ണം ജീവിച്ചാൽ നമുക്ക് മരണമുണ്ടാകത്തില്ലേ? പക്ഷേ ഗരുഡപുരാണം പറയുന്നത് ഇങ്ങനെയാണ്, മരണം എല്ലായ്പ്പോഴും നമുക്ക് അകറ്റാൻ കഴിയില്ല. എന്നാൽ സത്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ശാന്തമായ അന്ത്യമുണ്ടാകും. അതിനുശേഷമുള്ള നല്ല ഗതിയും ലഭിക്കും. അതായത് നിത്യമോക്ഷമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പാപവും പുണ്യവും എങ്ങനെ കണക്കാക്കപ്പെടുന്നു? ഉത്തരം, ഓരോ ക്രിയയ്ക്കും അതിൻ്റെ ഫലമുണ്ട്. മനുഷ്യൻ ചെയ്ത സത്യവും ദയയും ത്യാഗവും പുണ്യമായി. അതേസമയം ഇരുട്ടുള്ള ആലോചനകളും കള്ളവും ദ്രോഹവുമാണ് പാപം. അടുത്ത ക്വസ്റ്റ്യൻ, മരണാനന്തര ജീവിതം ഗരുഡപുരാണത്തിൽ പറയുന്നുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരം. ആത്മാവ് മരിച്ച ശേഷം ഒരു പ്രേതയാത്ര ആരംഭിക്കുന്നു. 16 ദിവസം മുതൽ 1 വർഷം വരെ നീളാം. കർമ്മഫലങ്ങൾ അനുസരിച്ച് ആത്മാവ് വേറൊരു ജന്മത്തിലേക്കോ യമലോകത്തിലേക്കോ പോകാവുന്നതാണ്. പാപം ചെയ്താൽ നരകശിക്ഷ കിട്ടുമോ? ശരിയാണ്. ഗരുഡപുരാണം 28 പ്രധാന നരക ശിക്ഷകളെക്കുറിച്ച് പറയുന്നുണ്ട്. അവയ്ക്ക് അനുയോജ്യമായ പാപങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ശവസംസ്കാരം എത്രത്തോളം പ്രാധാന്യമുണ്ട്? ശാസ്ത്രീയമായി ശരിയായ ശവസംസ്കാരം, അതായത് പിണ്ടദാനം, ശ്രാദ്ധം എന്നിവ ആത്മാവിൻ്റെ യാത്രയ്ക്ക് സഹായം ചെയ്യും. ഇത് നടത്താതിരുന്നാൽ ആത്മാവ് പ്രേതാവസ്ഥയിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. ഗരുഡപുരാണം വീടുകളിൽ വായിക്കാമോ? ഇത് ഒരു പൊതുവായ വിശ്വാസമാണ്. ഗരുഡപുരാണം മരണാനന്തര ജീവിതം, പ്രേതലോകം, യമലോകം, ശവസംസ്കാരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനാൽ ഇത് വീട്ടിൽ വായിക്കരുത് എന്ന് ചിലർ കരുതുന്നു. ഈ വിശ്വാസം ഭയമോ അപശകുനമോ മൂലമല്ല, മറിച്ച് ചില ആചാരപരമായ മാന്യതയും സംസ്കാരപരമായ രീതിയും കൊണ്ടാണെന്ന് കൽപ്പിക്കുന്നവരുമുണ്ട്. എന്നാൽ മരണാനന്തര തത്വങ്ങൾ ഉൾപ്പെടുന്ന ഈ വിഷയം വീട്ടിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ചിലർ അത് വിശ്രമകാലത്തോ ചടങ്ങുകൾക്ക് ശേഷമോ വായിക്കാറുണ്ട്. പാരമ്പര്യ ചിന്തകളാകട്ടെ ഇങ്ങനെയാകുന്നു. മൃതശരീര സംസ്കാര സമയം ഗരുഡപുരാണം ശ്രവണവും പാരായണവും ഏറെ സാധാരണമാണ്. അതുകൊണ്ട് അതിൻ്റെ സംഭാവന ആ ശോകകാലത്തെ മാത്രം അനുയോജ്യമായതായിട്ടും ചിലർ കരുതുന്നു. എന്നാൽ ഗരുഡപുരാണം ഒരു മഹാപുരാണമാണ്. ഇവിടെ നമുക്ക് വേണ്ടത് ഭയമല്ല, മറിച്ച് ആത്മബോധത്തിനും തത്വചിന്തയ്ക്കും വഴിയൊരുക്കുന്ന ഗ്രന്ഥമാണ് ഇത് എന്നുള്ള ഒരു ബോധമാണ്. ഭഗവത്ഗീതയും ഗരുഡപുരാണവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെയാണ്. ഗീതയിൽ ആത്മാവ് അജലവും അനശ്വരവുമാണെന്ന് പറയുന്നു. ഗരുഡപുരാണത്തിൽ നരകവും ശിക്ഷകളും ഉപമകളുമാണ് ആത്മാവിൻ്റെ കർമ്മഫലമായ അനുഭവങ്ങൾ. ആത്മാവ് വീട്ടിലേക്ക് വരാമോ? ഇങ്ങനെയുള്ള ക്വസ്റ്റിന് എന്തായിരിക്കാം മറുപടി? ഗരുഡപുരാണം പറയുന്നത് പ്രേതയാത്രയ്ക്കിടയിൽ ആത്മാവ് വീട്ടിലേക്ക് വരാറുണ്ട് എന്നാണ്. പ്രത്യേകിച്ച് 11, 12 ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ബന്ധുക്കളെ കാണാനായിട്ട് സന്ദർശിക്കാൻ എത്താറുണ്ട്. ആത്മാവ് ഭൗതിക വേദന അനുഭവിക്കുമോ? അതെല്ലാം മനസ്സിൻ്റെ അനുഭവമാണ്. ആത്മാവ് സൂക്ഷ്മ ശരീരത്തിൽ വേദന അനുഭവിക്കും, ശരീരത്തിലല്ല എന്നത് ഓർക്കുക. ആത്മാവ് വീണ്ടും ജനിക്കാനുള്ള കാരണം എന്താണ്? മോക്ഷം നേടാതെ കർമ്മബന്ധത്തിൽ കുടുങ്ങുന്നത് കാരണമാണ് വീണ്ടും ജനിക്കുവാനായിട്ടുള്ള കാരണം. ആത്മാവ് ആത്മീയമായി ഭയപ്പെടുമോ? ഉത്തരം ഇങ്ങനെയാകുന്നു. യമദൂതന്മാർ വരുമ്പോൾ ഭയവും ഭീതിയും അനുഭവിക്കും. ആത്മാവ് ശാപം നൽകുമോ? ഗരുഡപുരാണത്തിൽ ശാപത്തെക്കുറിച്ച് പറയുന്നില്ല, പക്ഷെ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട്. ആത്മാവ് എത്ര കാലം നിലനിൽക്കും?
പുനർജന്മം ലഭിക്കുന്നതുവരെ സൂക്ഷ്മ ശരീരത്തിൽ സഞ്ചരിക്കും. ചിലർക്ക് കുറച്ച് ദിവസവും ചിലർക്ക് വർഷങ്ങളും എടുക്കാം. പുനർജന്മത്തിന് ശാസ്ത്രീയതയുണ്ടോ? ശാസ്ത്രീയമായി പുനർജന്മം എന്നത് ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത, എന്നാൽ അനുഭവങ്ങളും പഠനങ്ങളും അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ശാസ്ത്രീയമായ നിലപാട് ഇങ്ങനെയാണ്: ശാസ്ത്രമെന്നത് പ്രായോഗികമായി തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ അംഗീകരിക്കൂ. പുനർജന്മം ഒരു ആത്മതത്വമാണെന്നും അതിന് ശാരീരിക തെളിവുകൾ ഇല്ല എന്നുമാണ് ശാസ്ത്രത്തിൻ്റെ നിലപാട്. എന്നാൽ ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ പോലെയുള്ള അമേരിക്കൻ സൈക്യാട്രിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. 2500-ലധികം പുനർജന്മവുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ അനുഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില കുട്ടികൾ തങ്ങൾ മുമ്പ് ആരായിരുന്നെന്നും എവിടെ ജീവിച്ചെന്നും വിശദമായി പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യത്തിലും തെറ്റില്ലാതെ. ഈ പഠനങ്ങൾ ആശങ്കയും ആകർഷണവും സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ശാസ്ത്രീയ തലത്തിൽ ഇതിന് പര്യാപ്തമായ തെളിവുകളില്ല. ശാസ്ത്രത്തിന് അതീതമായ ഒരു തത്വചിന്തയാണോ ഈ ഗരുഡപുരാണം? ഭാരതീയ തത്വചിന്തയിൽ പുനർജന്മം കർമ്മഫല തത്വത്തിൽ ആധാരപ്പെട്ടതും ആത്മാവിൻ്റെ യാത്രയിലൂടെയുള്ള ഘടകവുമാണ്. ഈ ചിന്താഗതിയെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, ഗരുഡപുരാണം എന്നിവ പിന്തുണയ്ക്കുന്നുമുണ്ട്. പുനർജന്മം ഭഗവത്ഗീതയിൽ എങ്ങനെ പ്രതിപാദിക്കുന്നു? ഉത്തരം ഇതാണ്: ഭഗവത്ഗീതയിൽ പുനർജന്മം എന്നത് ഒരു പ്രധാന തത്വചിന്താ വിഷയമാകുന്നു. ഇതിനനുസരിച്ച് ആത്മാവ് ശാശ്വതമാണ്, മരണം ശരീരത്തിനാണ്, ആത്മാവിന് പുനർജന്മം ഉണ്ടാകുന്നു. ഇത് ആത്മതത്വത്തിൻ്റെ സ്വാഭാവിക ചക്രമാണ്. ശരീരത്തിലെ ആത്മാവ് ബാല്യം, യൗവനം, വൃദ്ധാവസ്ഥ എന്നിവയിലൂടെ കടന്നു പോകുന്നത് പോലെ തന്നെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നു. വിവേകമുള്ളവൻ ഇതിൽ ആശ്ചര്യപ്പെടുകയില്ല. പഴയ വസ്ത്രങ്ങൾ മാറ്റി ഇടുന്നത് പോലെ ആത്മാവ് പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയതിലേക്ക് കടക്കുന്നു. പുണ്യപാപകർമ്മങ്ങൾ ആത്മാവിൻ്റെ അടുത്ത ജന്മത്തെ നിർണയിക്കുന്നു. മോക്ഷം ലഭിച്ചാൽ പുനർജന്മചക്രം അവസാനിക്കുന്നു. വേറൊരു ക്വസ്റ്റ്യൻ ഇതാകുന്നു: മൃഗങ്ങൾക്കും മൃഗജാതികൾക്കും പാപപുണ്യകർമ്മഫലം ഉണ്ടോ? ഉത്തരം: ഭാരതീയ തത്വചിന്തയിൽ, അതായത് പുരാണങ്ങൾ, ഗീത, ഉപനിഷത്തുകൾ എന്നിവയിൽ മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും ആത്മാവുണ്ട്, ജീവാത്മാവ്. എന്നാൽ അവ പാപം പുണ്യം എന്നത് സാക്ഷാൽ ബോധത്തോടെ ചെയ്യുന്ന കർമ്മങ്ങൾക്കായാണ് ബാധകമാകുന്നത്. മൃഗങ്ങൾക്ക് ബോധം ഇല്ലായ്കയാൽ അവരിൽ പാപം പുണ്യം ബാധകമല്ല. പാപം പുണ്യം അനുഭവപ്പെടുന്നത് കർമ്മത്തിൻ്റെ ഇച്ഛാപൂർവമായ പ്രവർത്തനങ്ങളിലൂടെയാണ്, അതായത് നാം അറിഞ്ഞു ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ്. മൃഗങ്ങളാകട്ടെ പ്രകൃതി നിയമങ്ങൾക്കും ജൈവവാസനകൾക്കും വിധേയമായാണ് പെരുമാറുന്നത്. അതിനാൽ അവരുടെ പ്രവൃത്തികളെ പാപമെന്നും പുണ്യമെന്നും തീർച്ചപ്പെടുത്താൻ കഴിയുകയില്ല. ഭഗവത്ഗീത ശ്ലോകാനുസൃതമായിട്ട് ഇങ്ങനെ പറയാം: അഹങ്കാര വിമൂഢാത്മാ കർത്താഹമതി മന്യതേ. ഇവിടെ പറഞ്ഞത് അഹംഭാവത്തോടെ ചെയ്ത കർമ്മങ്ങൾക്കായാണ് ഫലബദ്ധത. മൃഗങ്ങൾക്ക് അഹംഭാവമില്ല, അതിനാൽ അവർ കർമ്മഫലത്തിൽ പങ്കാളിയാകുന്നില്ല. പക്ഷേ മൃഗാവതാരങ്ങൾ പുനർജന്മ ഫലമായി വരാം. ഗരുഡപുരാണം, വേദാന്തം മുതലായ തത്വചിന്തകൾ പറയുന്നത് ഇതാണ്: മനുഷ്യൻ പാപം ചെയ്താൽ മൃഗജന്മത്തിലേക്ക് കടക്കാം. അതായത് മൃഗജന്മം ഒരു നിമിത്ത ഫലമായ പുനർജന്മമാകാം, പാപമോ അജ്ഞാനമോ കാരണം സംഭവിച്ചത്. മൃഗങ്ങൾ പാപം ഉണ്ടാക്കുന്നില്ല, പക്ഷേ പുനർജന്മത്തിലൂടെ വികാസം നേടുന്നു. ഭാരതീയ ദർശനത്തിൽ സകല ജീവാത്മാക്കളും ഉയർന്ന മാനവജന്മത്തിലേക്ക് എത്താനാണ് ശ്രമിക്കുന്നത്. മനുഷ്യജന്മം മാത്രമാണ് ധർമ്മബോധവും മോക്ഷസാധ്യതയും ഉള്ളത്. മനുഷ്യജന്മം വീണ്ടും വീണ്ടും കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഭാരതീയ ദർശനികതയും ഗീതയും പുരാണങ്ങളുമൊക്കെ പറയുന്നത് പോലെ മനുഷ്യൻ വീണ്ടും വീണ്ടും ജനിക്കുന്നതിന് കാരണം അവൻ്റെ അശുദ്ധമായ കർമ്മങ്ങളും അവൻ്റെ ദുഷ്ടവാസനയുമാണ്. ഇനി പുനർജന്മത്തിൻ്റെ ചക്രവാളം എന്ന് പറയുന്നത് എന്താണ്? സംസാര ചക്ര എന്നൊക്കെ നാം കേട്ടിട്ടില്ലേ? ജീവാത്മാവ് പാപപുണ്യകർമ്മങ്ങളുടെ ബന്ധത്തിൽ കുടുങ്ങിയിരിക്കുന്നു. ഈ ബന്ധം അവസാനിപ്പിക്കാൻ അവന് ആത്മജ്ഞാനം കിട്ടണം. അതുവരെ ആത്മാവ് ജനനം മരണം ജനനം എന്ന രീതിയിൽ വീണ്ടും വീണ്ടും വരുന്നു. ഇതിനാണ് നമ്മൾ പുനർജന്മത്തിൻ്റെ ചക്രവാളം എന്ന് പറയുന്നത്. ഭഗവത്ഗീത അനുസരിച്ച് ബ്രഹ്മലോകം മുതൽ എല്ലായിടങ്ങളിലും ജന്മമരണ ചക്രമുണ്ട്. മോക്ഷം ലഭിച്ചാൽ മാത്രമേ അതിൽ നിന്ന് മോചനം ലഭിക്കൂ. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞ ഉടനെ തന്നെ പുനർജന്മം ഉണ്ടാകുമോ? അടുത്ത ചോദ്യമാണ്. പുനർജന്മം ഒരു താൽക്കാലിക ഘട്ടങ്ങൾക്ക് ശേഷമാണ് സാധാരണ സംഭവിക്കുന്നത്.
ഇങ്ങനെ ഭഗവത്ഗീതയിലും ഗരുഡപുരാണങ്ങളിലും മറ്റു ധാർമ്മിക ഗ്രന്ഥങ്ങളിലുമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഗരുഡപുരാണം അനുസരിച്ച് ആത്മാവ് ശരീരം ഒഴിയുമ്പോൾ അത് പ്രേത ശരീരമാകുന്നു. പിന്നീട് 10, 16, 30, ഒരു വർഷം വരെ നീളുന്ന പ്രേതയാത്ര തുടങ്ങുകയായി. ഈ ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ആത്മാവ് യമലോകത്തിൽ തൻ്റെ കർമ്മങ്ങളെ കുറിച്ച് വിധിക്കപ്പെടുന്നുണ്ട്. ആത്മാവ് ആഗ്രഹങ്ങളും അനുബന്ധങ്ങൾക്കുമേൽ ജ്ഞാനപരമായ മാറ്റമുണ്ടാക്കുന്നു. ശേഷം അതിനനുസരിച്ചായിരിക്കാം അടുത്ത ജന്മം ലഭിക്കുന്നത്. ഭഗവത്ഗീതയുടെ നിലപാടനുസരിച്ച് ആത്മാവ് തൻ്റെ കാർമ്മിക ശരാശരി അനുസരിച്ച് തികച്ചും അനുയോജ്യമായ സമയത്താണ് പുതിയ ശരീരം സ്വീകരിക്കുന്നത്. ആത്മാവ് പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയത് അണിയുന്നത് പോലെ പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയതിലേക്ക് പോകുന്നു. പക്ഷേ ആ പുതിയ വസ്ത്രം അണിയുന്നത് തൽക്ഷണമാകില്ല, കാർമ്മിക കാലപരിധിക്കനുസരിച്ച് ആകുന്നു. ചില സിനിമകളിൽ ആത്മാവ് ഒരാൾ മരിക്കുന്ന ഉടനെ തന്നെ പുറത്തു വരികയും അത് ആ പരിസരത്ത് ജനിച്ച ഒരു കുഞ്ഞിൽ കയറുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഇത് ശരിയാണോ? ഇങ്ങനൊരു സംശയം നിങ്ങൾക്കെല്ലാവർക്കും ഇല്ലേ? എനിക്കുമുണ്ട്. എന്നാൽ ഇത് കലാപരമായ ഒരു ത്രില്ലിങ്ങും ഫിക്ഷനുമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ചില അപൂർവ സംഭവങ്ങളിൽ തൽക്ഷണം പുനർജന്മം സംഭവിച്ചിരിക്കാമെങ്കിലും ശാസ്ത്രീയമായും തത്വചിന്തയിലുമുള്ള സാധാരണ വ്യാഖ്യാനം അതിനില്ല. മരണസമയത്തുള്ള ആഗ്രഹം എത്രമാത്രം പുനർജന്മത്തിലും മോക്ഷത്തിലും ബാധകമാണെന്ന് പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ ഒരാൾ പാപം ചെയ്തിട്ടും മരിക്കുമ്പോൾ "ഓ ദൈവമേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു" എന്ന് പറഞ്ഞാൽ ആ ആത്മാവ് മോക്ഷം നേടുമോ? നിങ്ങൾക്ക് സംശയം തോന്നുമില്ലേ? എത്രയോ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് മരിക്കുന്ന സമയത്ത് ഇതെല്ലാം ഞാൻ ദൈവത്തിനായി സമർപ്പിച്ചു എന്ന് പറയുന്ന ആൾ ദൈവത്തിങ്കിലേക്ക് എത്തും. ഇതൊരു സങ്കീർണമായ വിഷയം തന്നെയാണ്. ഭഗവത്ഗീത, ഗരുഡപുരാണം, മറ്റു ദർശനങ്ങൾ ഇതെല്ലാം ചേർത്താണ് ഇതിന് ഉത്തരം മനസ്സിലാക്കേണ്ടത്. ഭഗവത്ഗീത പറയുന്നത് അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കലൈവരം യാ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്ര എത്ര സംശയ. അവസാന സമയത്ത് ആരെങ്കിലും ഭഗവാനെ സ്മരിച്ചാൽ അവന് മോക്ഷം നേടും. ഇതിൽ സംശയമില്ലെന്നും ഗീത പറയുന്നുണ്ട്. അവസാന സ്മരണം വളരെയധികം ബാധകമാണ്. ആത്മാവ് തൻ്റെ ജീവിതം മുഴുവൻ വളർത്തിയ വാസനകളെയാണ് ആ അവസാന നിമിഷത്തിൽ പ്രകാശിപ്പിക്കുന്നത്. അതിനാൽ പലരും മരിക്കുമ്പോൾ ഭയത്തിലും കുടുംബത്തെ വിട്ടുപോകുന്ന വിഷാദത്തിലും അല്ലെങ്കിൽ വേദനയിലും ആയിരിക്കും. എന്നാൽ ഒരാൾ ദൈവസ്മരണയിലായാൽ, അതായത് പൂർണ്ണമായും ദൈവസ്മരണയിലായാൽ, അതാണ് അദ്ദേഹത്തിൻ്റെ ആന്തരിക പ്രവൃത്തി എന്നും നാം മനസ്സിലാക്കണം. ഒരു പാപി ആഗ്രഹമില്ലാതെ ദൈവത്തെ വിളിച്ചാൽ എന്ത് സംഭവിക്കും? ഭഗവാൻ നിഷ്കപടമായ ഹൃദയം, വിശ്വാസം, തദ്ഭാവം എന്നിവ നോക്കുന്നു. പാട്ടുപാടി രക്ഷപ്പെടാമെന്ന് ആരും കരുതേണ്ടതില്ല. പാപികൾ മരിക്കുമ്പോൾ ഭഗവാനെ വിളിച്ചാലും അത് ഭയത്തിൽ നിന്നോ ചിന്തയിൽ നിന്നോ സംഭവിച്ചതാകാം. അതിനാൽ മോക്ഷം ലഭിക്കണമെങ്കിൽ അതിൻ്റെ ആന്തരികതയും ശുദ്ധതയും നിർണായകമാണ്. ഗരുഡപുരാണം പറയുന്നത് ഇതാണ്: പാപിയും ധർമ്മവിരുദ്ധനുമായവനും മരണശേഷം മോക്ഷം നേടുന്നതിന് അദ്ദേഹത്തിൻ്റെ വൈരാഗ്യവും അനുതാപവും ശുദ്ധ സ്മരണയും ഉണ്ടാകണം. അത് നിർബന്ധമാണ്. വെറും വാക്കുകൾ കൊണ്ടല്ല ആ ദൈവത്തെ ഓർക്കൽ. ഭാഗവതത്തിൽ ഒരു കഥ പറയുന്നുണ്ട്, അജാമിളൻ്റെ കഥ. പാപിയായ അജാമിളൻ മരണസമയത്ത് തൻ്റെ മകനെ വിളിച്ചു, നാരായണ. ഭഗവാൻ അത് സത്യമായ ഹൃദയസ്മരണയായി എടുത്തു, പാതകം മാപ്പാക്കി. എന്നാൽ അതിന് പിന്നിൽ അജാമിളൻ്റെ പൂർവധർമ്മപരമായ പാരമ്പര്യവും അനുശോചനവും ഉണ്ടായിരുന്നു. അതാണ് വാസ്തവം. ചുരുക്കത്തിൽ, ഒരാൾ മരിക്കുമ്പോൾ ദൈവമേ എന്ന് വിളിച്ചാൽ മോക്ഷം കിട്ടുമോ? എല്ലായ്പ്പോഴും ഇല്ല. അതിൻ്റെ ശ്രദ്ധയും ഭാവവും അനുസരിച്ചായിരിക്കും. അവസാന സ്മരണയ്ക്ക് വിലയുണ്ടോ? അത്യന്തം വലിയ വിലയുണ്ട്. പക്ഷേ അത് അന്തസ്സുള്ളത് ആകണം. ഒരാൾ പാപി ആണെങ്കിൽ അവസാന നിമിഷത്തിൽ ദൈവത്തെ വിളിച്ചാൽ രക്ഷപ്പെടുമോ? മനസ്സിൻ്റെ ശുദ്ധതയിലാണ് അത് ആശ്രയിച്ചിരിക്കുന്നത്, ഭയത്തിലല്ല. സത്യമായ സ്മരണയായിരിക്കണം. പുനർജന്മം അവസാന സ്മരണയിലൂടെ സ്വാധീനിക്കപ്പെടുമോ? അതാണ് ഭഗവത്ഗീതയുടെ ആശയം. ഗരുഡപുരാണം കള്ളമാണോ? കള്ളമല്ല. പക്ഷെ വസ്തുതകളും വിശ്വാസങ്ങളും വേർതിരിച്ച് നാം മനസ്സിലാക്കേണ്ടതാണ്. ആത്മീയവും ധാർമ്മികവുമായ പ്രാധാന്യം ഇതിനുണ്ട്. ഈ ഗ്രന്ഥം നൽകുന്നത് ഭയമല്ല, മറിച്ച് ചിന്തയുടെ വഴിയാണ്. മരണം ഒരു അവസാനമല്ല, അതിനുശേഷമുള്ളത് എന്താണ്? നല്ല ജീവിതം നയിക്കാൻ എന്താണ് കർമ്മബോധം? ജീവിതത്തെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നുള്ള ഊർജം എവിടെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ആത്മീയമായ ഉത്തരം തേടുന്നവർക്കും ഈ പുരാണം ഏറ്റവും അനുയോജ്യമാണ്.
എന്തുകൊണ്ടാണ് ചിലർ കള്ളമെന്ന് കരുതുന്നത്? പ്രത്യക്ഷമായ അനുഭവങ്ങളോട് പൊരുത്തപ്പെടാത്ത ആശയങ്ങളാണിവിടെ. ഉദാഹരണത്തിന് ആത്മാവിൻ്റെ യാത്ര, യമദൂതന്മാർ, നരകം തുടങ്ങിയവ. ചിലർ ശുദ്ധമായ കഥകളും ഭയപ്പെടുത്തലുകളും മാത്രമായി ഇതിനെ കരുതുന്നു. ചിലർക്ക് മതമോ ആസ്തികത്വമോ വേണ്ടെന്നും എല്ലാ പുരാണങ്ങളെയും കൃതി അല്ലെങ്കിൽ കഥകൾ ആണെന്ന് വിശ്വസിക്കാനും ആണ് ഇഷ്ടം. അത് അവരുടെ സ്വന്തം മേഖലയാകുന്നു. എന്നാൽ അതിൻ്റെ അർത്ഥം ഈ ഗ്രന്ഥം കള്ളമാണെന്ന് അല്ല. ഗരുഡപുരാണം ഒരിക്കലും കള്ളമല്ല. ഇതൊരു ആധ്യാത്മിക പൗരാണിക ഗ്രന്ഥമാണ്. അതിൻ്റെ ഉദ്ദേശം ഭയമാകാനല്ല, മറിച്ച് ആത്മീയബോധം വളർത്താനാണ് എന്ന് എല്ലാവരും ഓർക്കണം. അത് ശാസ്ത്രീയമല്ലെങ്കിലും ജീവിതത്തെ സംബന്ധിച്ച ധാർമ്മിക ചോദ്യങ്ങൾക്ക് അതിൻ്റെ കാലഘട്ടത്തിന് അനുയോജ്യമായ പ്രത്യുത്തരങ്ങളാണ് നൽകിയിരിക്കുന്നത്. വിശ്വാസമില്ലാത്തവർക്ക് ഇതൊരു പുരാണകഥയും ധാർമ്മിക സാന്ദ്രതയുള്ള തത്വചിന്തയും മാത്രമാണ്. എന്നാൽ വിശ്വാസമുള്ളവർക്കാകട്ടെ ഇതൊരു ജീവിത പാഠമാണ്. നേർവഴിക്ക് നമ്മുടെ നാളെയെ നയിക്കുവാനുള്ള നല്ലൊരു ജീവിത പാഠം. ഈ ഗ്രന്ഥത്തിൽ യമലോകയാത്രയോ അല്ലെ പ്രേതഖണ്ഡയാത്രയോ ഇതൊന്നുമല്ലാതെ, നരകങ്ങളും ഇതൊന്നുമല്ലാതെ വേറെയും നമുക്ക് മനസ്സിലാക്കുവാൻ ധാരാളം കാര്യങ്ങളുണ്ട്. നിത്യധർമ്മങ്ങൾ, സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, ഭക്തിയുടെ പ്രാധാന്യം, ജീവിതചര്യയുടെ അടിസ്ഥാനങ്ങൾ, ഇതെല്ലാം തന്നെ നന്നായിട്ട് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ആയുർവേദവും ജ്യോതിഷവും താന്ത്രിക വിദ്യകളും ഭാഗികമായെങ്കിലും ഇതിൽ ഒരു ചെറിയ വിവരണം കൊടുക്കുന്നുണ്ട്. രോഗശാന്തിക്കുള്ള മന്ത്രങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പുരാതന കാലത്ത് നിയമവ്യവസ്ഥ കുറവായിരുന്നപ്പോൾ ഈ തത്വങ്ങൾ മനുഷ്യരെ അന്തസ്സോടെ ജീവിക്കാനുള്ള ചട്ടങ്ങളായി രൂപപ്പെടുത്തി കൊടുത്തു. ആരും കാണാതെ കള്ളം പറഞ്ഞാൽ എന്താകും എന്ന ചിന്തയ്ക്കുള്ള ആത്മീയ മറുപടി ഇങ്ങനെയാകുന്നു. ചിത്രഗുപ്തൻ എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. മരണം അവസാനമല്ല, ആത്മാവ് അനന്തമാണ് എന്ന ആശയം കൊണ്ട് ഭീതിയല്ല, മറിച്ച് ജ്ഞാനമാർഗമാണ് പൗരാണിക ഗ്രന്ഥങ്ങൾ ലക്ഷ്യമിടുന്നത്. മരണാനന്തര തത്വം മനുഷ്യനെ തൻ്റെ കർമ്മത്തിൽ ജാഗ്രതയാകാനും അഹങ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും പരബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാനും സത്യത്തിൽ മനസ്സ് നിവർത്താനും പ്രേരിപ്പിക്കുന്നു. മരണാനന്തര യാത്ര, ആത്മാവ് അനശ്വരമാണെന്ന ബോധമാണ് നമ്മിൽ ഉണ്ടാക്കേണ്ടത്. നരകം, പാപഫലങ്ങൾ മനസ്സിലാക്കുക എന്ന ഉദ്ദേശമായിരിക്കണം. യമലോകമാകട്ടെ കർമ്മന്യായത്തെ പ്രതിനിധീകരിക്കുന്നു. പ്രേതം പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായ മരണകർമ്മങ്ങളാണ്. ശ്രാദ്ധം, തർപ്പണം ഇവ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. ഗരുഡപുരാണം ഉള്ളതൊക്കെയും കഥകളും കള്ളങ്ങളുമാണ് എന്ന് കാണുന്നത് അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കാതെ തന്നെയാണ്. ഇത് ജീവിതത്തെ സത്യമായി നോക്കാനും ഉത്തരവാദിത്തോടെ ജീവിക്കുവാനും നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ മാർഗരേഖയാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് ഞാൻ കരുതട്ടെ. നിങ്ങൾക്ക് ആശയം, നല്ല ചിന്തകൾ, ആത്മീയ ഉണർവ് എന്നിവയിലേക്കുള്ള ഒരു പാതയാകട്ടെ ഇത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.